തവണ വെള്ളാപ്പള്ളിക്ക് കിട്ടാതെ പോയ പത്മഭൂഷൺ ഇത്തവണ കിട്ടിയിരിക്കുന്നു. സർക്കാർ സമർപ്പിച്ച ശുപാർശയിൽ VS-ഉം വെള്ളാപ്പള്ളിയും ഉണ്ടായില്ല. പിന്നെ എന്തായിരിക്കും വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടാനുള്ള കാരണമെന്ന് ആലോചിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ ഇടയായിട്ടുള്ള ചില പ്രസ്താവനകൾ മനസ്സിലൂടെ കടന്നു വന്നത്. അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കാണുന്നതായിരിക്കും. ഇവിടെ മുസ്ലിമിന്റെ ആധിപത്യം അവിടെ ഭരണം വരാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നാടുവിടെയാണ്. ഇപ്പൊ ഭരണമില്ലാഞ്ഞിട്ട് അവർ ഭരണമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? 9.5 കൊല്ലം കൊണ്ട് പോയിട്ട് നഷ്ടപ്പെട്ടു പോയത്. ഇനി അടുത്ത പ്രാവശ്യം ഇതെല്ലാം കൂടെ പിടിച്ചെടുക്കണമെന്നാണ്. അവരൊക്കെ ഭരണത്തിൽ വന്നാൽ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വരും. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നല്ല പേരാണ്. അവർ മതേതരമാണ് പാർട്ടിയാണെന്നുള്ളത്. പേര് കേട്ടാൽ തന്നെ മുസ്ലിം കൂട്ടായ്മയാണ്. എന്നിട്ട് മതേതര പാർട്ടി എന്നാണ് പേരിട്ടിരിക്കുന്നത്. എല്ലാവരും വിളിക്കണം മതേതര പാർട്ടി. അവരുടെ കൂടി ഒരു MLA അവര് മതേതര അവർ സ്ഥാനാർത്ഥികളുണ്ട്. അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളുണ്ടാകും. ഇവർ വർഗീയ പാർട്ടിയാണ്. ആ വർഗീയ പാർട്ടിക്കാണ് നമ്മളോട്ട് കൊടുക്കേണ്ടത്. അവരുടെ കൂട്ടുപിടിച്ചിരിക്കുന്ന ഭാഗത്ത് ഏൽപ്പിച്ചാൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? അവരിരുന്ന കാലത്ത് ചെയ്തത് എന്താണ്? ഇനി വന്നാലുള്ള സ്ഥിതി വരുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനങ്ങൾ കണ്ടില്ലേ? ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനാണ് അവരുടെ മതരാഷ്ട്രപ്പെടുന്നവരാണ് അവരുടെ താല്പര്യം. അവരെന്ന് പറഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞാൽ നല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒട്ടാസ് സൈനഡാണ് ഈ ലീഗ് എന്ന് പറഞ്ഞാൽ. അത് തൊട്ട അപ്പം ചത്തുപോകും. അവർക്ക് മനുഷ്യത്വവും മര്യാദയും ഒരു വകതിനും അഴിയെ പോയിട്ടില്ല. അവരുടെ ഓരോ പ്രസ്താവനകളും നിങ്ങൾ എടുത്തു നോക്കും. അറിയുന്നവരെ എതിർക്കുക. എന്നോട് മാത്രമല്ല, ഒരുപാട് എന്നെ എതിർത്തില്ല. ഞാൻ നാളെ ത്യാഗം തയ്യാറാണെന്ന്. എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ മരണം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ സംഭവിക്കുള്ളൂ. ഒന്നുമല്ലാതെ നോക്കിയാണെന്നേ. ഞാൻ ചത്തതാണെന്നേ. എന്നിട്ടും പിന്നെ ആശുപത്രിയിൽ പിന്നെ രക്ഷപ്പെട്ടാൽ ഇപ്പോൾ 3 മാസം കടന്നതാണ്. അതുകൊണ്ട് മരണത്തെ എനിക്ക് ഭയമില്ല. ഞാൻ ഉള്ളത് പറയും, ഒത്തു പറയില്ല. ഇവരെല്ലാം വഞ്ചകന്മാർ, പിന്നോക്ക സമുദായം, ന്യൂനപക്ഷ സമുദായം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ചോർത്തി പലവിധ ന്യായങ്ങളും പറഞ്ഞ് കൊണ്ടുപോയവർ. അവരെ കണ്ടുപിടിക്കണം. അവരൊക്കെ എന്താ കുറ്റം പറഞ്ഞത്? അവർ നന്നായത് എങ്ങനെയാണ്? അവരുടെ കൂട്ടായ്മയിലൂടെയാണ്. അത് തന്നെ. കേരളത്തിലെ ഖജനാവ് മുസ്ലിമുകൾ കൊള്ളയടിക്കുകയാണ്. മലപ്പുറം ജില്ല രൂപീകരിച്ചത് മുസ്ലിമുകൾക്ക് വേണ്ടിയാണ്. മുസ്ലിം ലീഗ് അധികാരം ഉപയോഗിച്ച് നേട്ടങ്ങൾ കൈക്കലാക്കുന്നു. അങ്ങനെ അവരെ വളരാൻ അനുവദിച്ചുകൂടാ. അങ്ങനെ മതേതരത്തിന്റെ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ വർഗീയത തുപ്പിയ വെള്ളാപ്പള്ളിയെ കേന്ദ്ര സർക്കാരിന് അങ്ങോട്ട് ബോധിച്ചു പോലും. അതാണ് കഴിഞ്ഞ തവണ കൊടുക്കാതെ പോയ പത്മഭൂഷൺ ഇപ്പോൾ നൽകിയത്. ഇനി പത്മഭൂഷണെ കുറിച്ച് മുൻപ് വെള്ളാപ്പള്ളി പറഞ്ഞ ചില പ്രസ്താവനയുണ്ട്. അതോടൊപ്പം ഇപ്പോഴത്തെ വെള്ളാപ്പള്ളിയുടെ ചില പ്രസ്താവനയും കൂടെ ചേർക്കുന്നു. ഒരു പത്മഭൂഷൺ നല്ല വിലയാണ്. അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? അതിനൊക്കെ അന്തസ്സുണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. ഞാൻ വല്ല അവാർഡ് മേടിച്ചാൽ നിങ്ങൾ കേൾക്കും. പല അവാർഡുകൾക്കും അറിഞ്ഞുണ്ട്. നോ എന്ന് പറയും. സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെന്നോ ഇങ്ങനെ മൂവ്മെന്റ് ഉണ്ടെന്നോ സത്യമായിട്ടും ഗുരുനാമത്തിൽ എനിക്കറിയില്ല. പക്ഷെ ഇത് ലഭിച്ച എന്റെ പിന്നിൽ ശക്തി എന്ന് പറഞ്ഞാൽ എന്നെ ഇതിലേക്ക് പ്രാപ്തരാക്കിയത് എന്റെ ജനങ്ങളാണ്. ഈ അവാർഡ് അവർക്കുള്ളതാണ്. പക്ഷെ ഈ അവാർഡ് ഞാൻ ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. എനിക്ക് യാതൊരു അവകാശമില്ല. ഞാനൊരു നിമിത്തം എന്ന നിലയിൽ പ്രവർത്തിച്ചു എന്ന് മാത്രം. ഇങ്ങനെ പറഞ്ഞ വാക്ക് അപ്പ മാറ്റി പറയുന്നവരൊക്കെയാണ് മുഖ്യമന്ത്രി നിങ്ങൾ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത്. വെള്ളാപ്പള്ളിക്കായി മുറവിളി കൂട്ടിയവർ നായർ ഈഴവ ഐക്യത്തിന് വെള്ളാപ്പള്ളി മുൻകൈ എടുത്തതിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളിക്ക് പുരസ്കാരം എത്തിയതെന്നൊന്നും പറഞ്ഞു കളഞ്ഞേക്കല്ലേ. എല്ലാ തെളിവുകളും നമ്മുടെ മുന്നിലുണ്ട്. ആദ്യം കിട്ടാതിരുന്നപ്പോൾ പുച്ഛിച്ചതും പിന്നീട് വർഗീയ പരാമർശങ്ങൾ നടത്തി നേടിയെടുത്തതും വെള്ളാപ്പള്ളിയുടെ മിടുക്ക് തന്നെ. വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനകൾ പലപ്പോഴും വർഗീയതയോടെയും വിഭാഗീയതയോടെയും ചട്ടുകമായിട്ട് മാറാറുണ്ട്. അത് ലംഘിക്കുന്നവയുമാണ്. കേന്ദ്രത്തിലെ BJP ഭരണകൂടവുമായി അദ്ദേഹം പുലർത്തുന്ന അവിശുദ്ധ ബന്ധം പരസ്യമായ രഹസ്യവുമാണ്. എന്നിട്ട് നവോത്ഥാന പാരമ്പര്യം പറയുന്ന CPM പോലെയുള്ള പാർട്ടി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ താങ്ങി നടക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇതാണോ CPM-നോട് ചോദിക്കാനുള്ള പ്രധാന ചോദ്യം. RSS-നെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന അതേ ആവേശം പക്ഷേ കേരളത്തിലെ ചില സാമുദായിക രാജാക്കന്മാരുടെ കാര്യത്തിൽ കാണുന്നില്ല എന്നത് ഒരു കൈപ്പേറിയ സത്യമാണ്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ
മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോഴും കേസ് അന്വേഷണങ്ങൾ എഴിഞ്ഞു നീങ്ങുമ്പോഴും ജനങ്ങൾ ചോദിക്കാൻ ഒന്നേയുള്ളൂ, ഇതാണോ നിങ്ങൾ പറയുന്ന വിപ്ലവകരമായ നിലപാട്? കേന്ദ്ര ഏജൻസികളെ ഭയന്നാണോ, അത് വോട്ട് ബാങ്ക് ചോരുമെന്ന പേടിയാണോ CPM-നെ നയിക്കുന്നത്? വർഗീയത പടർത്തുന്നവർക്ക് കേന്ദ്രത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നു എന്ന് ആരോപിക്കുന്ന അതേ പാർട്ടി തന്നെ ആ വർഗീയതയുടെ വക്താക്കൾക്ക് കേരളത്തിൽ ചുവപ്പ് പരവതാനി വിരിക്കുന്നത് ഇരട്ടത്താപ്പല്ലെങ്കിൽ പിന്നെ എന്താണ് CPM? നിങ്ങൾക്ക് തരാൻ ഇതിൽ മറുപടി ഇല്ലെങ്കിൽ ജനങ്ങൾ എന്തായാലും തന്നിരിക്കും. ഇനി CPM-നോട് പറയാനുള്ളത്, എന്തായാലും ഈ അവാർഡ് കൊടുത്തത് BJP സർക്കാരാണ്, അതും വെള്ളാപ്പള്ളി നല്ലോണം വർഗീയത തുപ്പിയത് കൊണ്ട്. ഇനി നിങ്ങളെ വിട്ട് വെള്ളാപ്പള്ളി BJP-യുടെ കൈ പിടിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി മുഖ്യമന്ത്രി കാറിൽ കയറ്റി നന്ദിയും കൊണ്ടൊന്ന് വെള്ളാപ്പള്ളി വീട്ടിലേക്ക് വരുമെന്ന് കരുതരുത്. അദ്ദേഹം എന്തായാലും പത്മഭൂഷൺ കിട്ടി സന്തോഷവാനിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് എന്തായാലും അടുത്ത് തന്നെ വെള്ളാപ്പള്ളിയുടെ വക ഒരു നല്ലൊരു ആട്ട് കിട്ടാനുള്ള സാധ്യതയാണ് ഇനി മുന്നിൽ കാണുന്നത്.